പ്രാർത്ഥനാനിർഭരമായ വലിയ കാത്തിരിപ്പിന് അവസാനമാണ് ഇന്നിപ്പോൾ ഇവിടെ പൊങ്കാല തിളച്ചു മറിഞ്ഞിട്ട് ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. ഒരുപാട് പേരിങ്ങനെ ദർശനത്തിനായി വരുന്നുണ്ട്. മന്ത്രി വി എൻ വാസവൻ കുറച്ച് നേരമായിട്ട് നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. സോറി ഇവിടെ ഹെഡ്ലൈൻസ് ഒക്കെ ഇവിടെ വന്ന് കണ്ടിട്ടുള്ള ഒരു കാര്യം, സാധാരണ വലിയ തിരക്കുണ്ടെന്ന് പറഞ്ഞ സ്ത്രീകളുടെ ഒരു പങ്കാളിത്തം കുറയും. ഇവിടെ നേരെ തിരിച്ചാണ്. സ്ത്രീകളുടെ ശബരിമല എന്നുള്ളത് അന്വർത്ഥമാക്കുന്നത് പോലെ തന്നെയാണ് ഓരോ വർഷവും. മിനിസ്റ്ററുടെ ഒരു അനുഭവം എന്താണ് ഇതിനെക്കുറിച്ച്? ഓരോ വർഷം കഴിയും തോറും ഭക്തജനത്തിരക്ക് വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്. അതും സ്ത്രീകളുടെ പങ്കാളിത്തം. ഇന്നലെയും അഭൂതപൂർവമായ ജനക്കൂട്ടമായിരുന്നു. കാലേക്കൂട്ടി ഗവൺമെൻറ് ഞങ്ങൾ 4 മീറ്റിങ്ങുകൾ ഇതിനുവേണ്ടി നേരത്തെ സംഘടിപ്പിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിലൊരു മീറ്റിങ്ങിൽ പങ്കെടുത്തിരുന്നു. സംസ്ഥാന ഗവൺമെൻറ് എല്ലാ വകുപ്പുകളും ഏകോപിപ്പിക്കുന്നതോടൊപ്പം തിരുവനന്തപുരം കോർപ്പറേഷനും ഈ കാര്യത്തിൽ ഞങ്ങൾ ആഗ്രഹിച്ച രൂപത്തിൽ എല്ലാ പ്രവർത്തനങ്ങളിലും മുന്നിട്ട് നിന്നിരുന്നു. അങ്ങനെ കോർപ്പറേഷനെയും ഗവൺമെൻറ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ക്ഷേത്രഭരണസമിതിയായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തി എങ്ങനെയായിരിക്കണം ഈ വർഷത്തെ പൊങ്കാല എന്നത് സംബന്ധിച്ച് കാലേക്കൂട്ടി ഞങ്ങളൊരു പ്ലാനിംഗ് ഉണ്ടായി. ആ പ്ലാൻ നല്ല രൂപത്തിൽ വർക്കൗട്ട് ചെയ്തു. ഞങ്ങൾക്ക് ശബരിമലയുടെ ഒരു എക്സ്പീരിയൻസ് കൂടി ഉണ്ടായിരുന്നു. ആ ശബരിമലയിൽ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്ത അത് തന്നെ ഇവിടെ വീണ്ടും വർക്കൗട്ട് ചെയ്തപ്പോൾ ഒരു കുറ്റവും ഇല്ലാതെ, ഒരു പരാതിയില്ലാതെ ഏറ്റവും വിജയകരമായി ഭംഗിയായി പൊങ്കാല മഹോത്സവം ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ വന്നിട്ടും നടപ്പാക്കാൻ കഴിഞ്ഞു. അവിടെ എല്ലാവർക്കും ദർശനം ഉറപ്പാക്കി. അതാണ് ഏറ്റവും പ്രധാനം. പോലീസ്, ഫയർഫോഴ്സ്, എക്സൈസ്, ട്രാൻസ്പോർട്ട്, ഹെൽത്ത്, ഫുഡ് ആൻഡ് സേഫ്റ്റി, ലീഗൽ മെട്രോളജി, അതുപോലെ ഇലക്ട്രിസിറ്റി, കോർപ്പറേഷന് തുടങ്ങിയിട്ടുള്ള എല്ലാ വകുപ്പുകളുടെയും ഒരു കോർഡിനേഷനാണ് ഞങ്ങൾ ഉറപ്പാക്കുന്നത്. ആ കോർഡിനേഷൻ വർക്ക് ഞങ്ങൾ ആഗ്രഹിച്ച രൂപത്തിൽ നടന്നു എന്നുള്ളതാണ്. ഇന്നലെ വൈകിട്ട് ഞങ്ങളിവിടെ വന്നപ്പോഴും കണ്ട രംഗം വീണ്ടും പരിശോധിച്ചപ്പോൾ അത് ഏറ്റവും ലക്ഷ്യം കണ്ടു. അതുകൊണ്ട് ഏറ്റവും ഭംഗിയായി വിജയകരമായി ലക്ഷങ്ങൾ പങ്കെടുത്തിട്ടും സ്ത്രീകളുടെ പങ്കാളിത്തം ഉണ്ടായിട്ടും ആർക്കും വിഷമമില്ലാതെ പൊങ്കാല മഹോത്സവം വിജയമാക്കി മാറ്റാൻ കഴിഞ്ഞതിൽ ഭക്തരുടെ സംതൃപ്തി ഞങ്ങളുടെയും സംതൃപ്തിയായി മാറി. അപ്പോൾ അത് തന്നെയാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എല്ലാവരും ഒരുമിച്ച് നിന്നാണ് ഈ ഒരു കോസിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചത്. അത് വലിയൊരു വിജയമായി തീർന്നു എന്നാണ് ഇപ്പോൾ മിനിസ്റ്റർ പറഞ്ഞത്. അത് നമുക്കും കാണാവുന്നതേ ഉള്ളൂ. ഇത്രയേറെ ജനത്തിരക്ക് ഓരോ വർഷവും ഇങ്ങനെ ഭക്തജനങ്ങളുടെ തിരക്ക് ഇവിടെ കൂടി വരികയാണ്. ആശ്വി, നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. ഏതെങ്കിലും ഒരു തരത്തിൽ ചൂട് കൂടിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അപ്പോൾ തന്നെ എമർജൻസി ആംബുലൻസുകൾ ഇവിടെ സജ്ജമാണ്. അപ്പോൾ തന്നെ കൊണ്ടുപോകുന്നു. അത്രയും കരുതലുണ്ട്. ഒപ്പം തന്നെ എല്ലാ ക്രമീകരണങ്ങളും, സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്.